ആർസൻ ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയ് ശങ്കർ തൻ്റെ ജോലി പോകും എന്നുള്ള കാര്യം ചന്ദ്രയോട് പറയണം കേട്ടോ. ചന്ദ്ര ആകെ മൊത്തം എന്ത് ചെയ്യണമെന്നറിയാതെയാണ്. അർച്ചന മുൻപിൽ വിജയേട്ടൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും വിജയേട്ട എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നും അതുപോലെ ആര്യയും ആരോമലും എല്ലാം കൂടിയിട്ട് അവിടെ കളിക്കുകയാണ് കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ അർച്ചനയും ഉണ്ട് ഇരുന്നിരിക്കുന്നത്. അതേസമയം ആര്യ പറയാണ്, ഞാനേ അർച്ചന ആൻറ്റിയെ പോലത്തെ വക്കീലാണ്, സത്യത്തിന് മാത്രം നിൽക്കുന്ന വക്കീലാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ജയിക്കും. അതേപോലെ ആരോമലോട് പറയും, ആരോമലെ നീ അച്ഛനെ പോലത്തെ വക്കീലാണ്, അതുകൊണ്ട് നീ തോൽക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിന്ന് തന്നെ ചന്ദ്ര എല്ലാം കേൾക്കുകയാണ്. ചന്ദ്ര അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ അർച്ചനയിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ് കാര്യങ്ങളൊക്കെ. തൻ്റെ വിജയേട്ടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ചന്ദ്ര സ്വയം മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ ചെറിയ പിള്ളേരും കൂടി അതാണ് പറയുന്നത്. അവരുടെ വർത്തമാനത്തിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ചന്ദ്ര മനസ്സിലാക്കുകയാണ്. ഒരു സത്യം മനസ്സിലാക്കുകയാണ് ചന്ദ്ര. അതേസമയം ആര്യയോട് അർച്ചന പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നുമില്ല, സത്യത്തിനും നീതിക്കും മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങളും എല്ലാം വിജയത്തിലെത്തും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ അർച്ചന ഇങ്ങനെ പറയുന്നുണ്ട്, ആരൊക്കെ എപ്പോഴൊക്കെ ഇരിക്കുമെന്നും ഒന്നും പറയാൻ പറ്റില്ല, മരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അർച്ചന എന്തൊക്കെയോ ഒരു മനസ്സിൽ തട്ടിയ പോലെയാണ് കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നു പറയും, എൻ്റെ അമ്മ ചിന്നുവിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല, അതുപോലെ ഇപ്പം മരിക്കുകയില്ല എൻ്റെ അമ്മ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ഒരു വിഷാദ മുഖഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ വിജയശങ്കറിൻ്റെ ജോലി എല്ലാം നഷ്ടപ്പെടുകയാണ്. അത് കാണുമ്പോൾ വിജയശങ്കറിന് സമനില തെറ്റിയിട്ടാണ് അർച്ചനയെ വിജയശങ്കർ വീട്ടിൽ വെച്ചിട്ട് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. വിജയശങ്കർ അർച്ചനയെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.